ഗൈസ്, അപ്പം നമ്മളിന്നൊരു പാസ്ത ഉണ്ടാക്കുകയാണ്. പാസ്ത ഞാൻ ഒന്ന് വേവിക്കാൻ വെച്ചതാണ്. പക്ഷെ ഇത് ആദ്യം ഇതാക്കിയപ്പോൾ നിങ്ങൾക്ക് അത് വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. ഇതാണ് അവസ്ഥ. നമ്മളിത് വെന്തിട്ടില്ല. ഇതിന് ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം കേട്ടോ. ബാക്കി പിന്നെ കാണാം. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു പകുതിയിലേറെ വേവാവാം. പിന്നെ നമ്മൾ പാസ്ത ആ ഗ്രേവിയിൽ കുറേ നേരം ഇടില്ലല്ലോ. അപ്പം അത് കുക്ക് ചെയ്തിട്ട് ഊറ്റി വെച്ചതാണ് ഗൈസ്. നമ്മൾ എളുപ്പം നമ്മൾ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു നല്ല എല്ലില്ലാത്ത 2-3 കഷ്ണം എടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യണം. അതിന് ചെറുതാക്കി നുറുക്കായിരുന്നു. ചെറുതാക്കി നുറുക്കിയിട്ടേക്ക് മസാല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി അതൊക്കെ ഇട്ടിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ സ്പെഷ്യലായിട്ട് ഇങ്ങനെ ആയിരിക്കില്ല, നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ഇല്ലല്ലോ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് സാധാരണ നമ്മളെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന വീട്ടിൽ തന്നെ കിട്ടുന്ന റെസിപ്പികൾ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് കഴുകി വെച്ച പാസ്തയാണ്. അത് കഴുകി വെച്ചല്ല, വേവിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലാണോ? ഓയിൽ തന്നെ, ഓയിലാണ് ഒഴിച്ചത്. വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി, ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഗെയ്സ്, ഒന്നും വിചാരിക്കരുത്. അന്ന് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയില്ല. വോയിസ് ഓവർ കൊടുത്താൽ ഭയങ്കര സൗണ്ടായിരുന്നു ഗെയ്സ്. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇതിന് വോയിസ് ഓവർ എടുക്കുന്നത്. പിന്നെ ശേഷം നമ്മൾ ആ ചിക്കൻ ആ ഓയിലിൽ പൊരിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ സാധാരണ കുറേ ഇത് നമ്മൾ വീട്ടിലുള്ള സാധനം തന്നെ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അതെല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ സാധനമൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനത്തത് കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇത് കുറഞ്ഞ പൈസയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. ചിക്കനൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അത് എടുത്തിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്യാരറ്റ് വേണം. അപ്പം അത് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഈ പാസ്ത തന്നെ നമ്മൾ ഒന്നും ചെയ്യണ്ട, അങ്ങോട്ട് ഉണ്ടാക്കാനുള്ള സെറ്റാക്കിയ പാക്കറ്റൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ മാർക്കറ്റിൽ. അങ്ങനെ ഉണ്ടാക്കി നോക്കിയാലും മതി. പക്ഷെ നമുക്ക് ഒരിത്തിരി പാസ്ത വാങ്ങിയാൽ നമുക്ക് കുറേ ഉണ്ടാക്കാം കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണിച്ചു തന്നത്. പിന്നെ അതിലേക്ക് സവാള ചെറുതാക്കി അരിഞ്ഞിടണം. ക്യാപ്സിക്കം വേണം. ക്യാപ്സിക്കം ഇവിടെ ഉണ്ടായിരുന്നില്ല. കുട്ടി നോക്കിയിരിക്കുകയാണ്. ഇത് എന്താണ് കഥ എന്ന് മനസ്സിലാവാതെ നോക്കിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ആ പൊരിച്ച ഇതൊക്കെ വാങ്ങി വെച്ച് ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ സവാളയും പിന്നെ ക്യാരറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കണത് കേട്ടോ. ഒന്ന് തനുട്ടിയും ഒന്ന് അനിയൻ്റെ കുട്ടിയാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കുട്ടിയാണ്. അവരിത് എന്തോ വലിയ സംഭവമാണ് വിചാരിച്ച് നോക്കി നിൽക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ കുറച്ച് ഓയിലെടുത്തിട്ട് അതിൽ ആ ചിക്കൻ പൊരിച്ച് ഒത്തിരി ഓയിൽ, ഞാൻ ഒന്നിലും കൂടുതൽ ഓയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അതിങ്ങനെ കുറച്ച് ഇതാക്കി വാട്ടി ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ നല്ല വേവൊന്നും വേണ്ടല്ലോ. അതാണ് ക്യാരറ്റൊക്കെ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കുറേ ഓയിൽ വെച്ച് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇച്ചിരി ഓയിൽ, അല്ലാതെ ഓയിൽ എടുക്കാനിട്ടല്ല. അപ്പോൾ കുറച്ച് ഓയിൽ കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് വെളുത്തുള്ളി, ആ ഓയിൽ തന്നെ, ആ ചിക്കൻ വറുത്ത ആ ഓയിൽ തന്നെയാണ് ഞാൻ ഇത്തിരി പിന്നെ വെളുത്തുള്ളി എടുക്കണം കേട്ടോ. ഒന്ന് നല്ലോണം ഒക്കെ ഒന്നും കളറ് നല്ല മാറി വരുമൊന്നും വേണ്ട. ഒരു ഹാഫ് കുക്ക്, ഒരു 3/4 ഭാഗം കുക്ക് ചെയ്താൽ മതി. കുറച്ചും കൂടി തീരെ ഇതൊന്നും ആവാൻ വേണ്ടിയിട്ടുള്ള ഓയിലില്ലാത്തത് കൊണ്ട് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിൽ കുറച്ച് മൈദപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. പൊടി ആവാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചത്. എന്നിട്ട് അത് നന്നായിട്ട് ആ പൊടിയിൽ ആ എണ്ണയിൽ വെച്ചിട്ട് തന്നെ അതിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മൂക്കണത് വരെ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത് പാലാണ്.
എല്ലാവർക്കും വല്ലാതെ പാലിൻ്റെ ടേസ്റ്റ് കുറേ ആകുമ്പോൾ ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോക്കും. വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് പാൽ കുറച്ച് കൂടുതൽ ഒഴിച്ചാലും മതി. ഞാൻ പക്ഷേ കുറച്ച് പാൽ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കും, കുഴപ്പമില്ല. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. ഇഷ്ടമാവുന്നവർക്ക് ഇഷ്ടമുള്ള കാര്യം പറയാമല്ലോ. എല്ലാവർക്കും ഇങ്ങനത്തെ വെറൈറ്റി എരിവും സംഭവമൊന്നും ഇല്ലാത്ത ഇതൊന്നും ആർക്കും ചിലവർക്കും ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ കുട്ടികൾക്ക് എന്തായാലും നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ചെയ്ത് നോക്കണം. ഇങ്ങനെ ഒക്കെ പാസ്തയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എരിവൊക്കെ നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മൾ ആ വേവിച്ച് കുക്ക് ചെയ്ത് വെച്ച പാസ്തയിലേക്ക് ഇടുന്നു.